ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ ഡയറ്റിംഗ് ടൈമിൽ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് എന്തൊക്കെയാണെന്നുള്ളത് ഇന്നൊന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്, ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഒരു മോരുകറി ആക്കാം. കുമ്പളങ്ങ ഇട്ട ഒരു മോര്, പിന്നെ ചിക്കൻ, പിന്നെ ഒരു ചീരത്തോരൻ. ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. അതിനു വേണ്ടി ചിക്കൻ, ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് അങ്ങനെ വെച്ചു. അതിനുശേഷം നമ്മൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ അതിലിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നു. ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിതിലാകെ ഉപയോഗിക്കുന്നത് 1/2 ടീസ്പൂൺ എണ്ണ മാത്രമാണ്. ബാക്കി അതിൽ നിന്ന് വെള്ളം നന്നായിട്ടൊന്ന് വന്ന് തുടങ്ങുമ്പോഴേക്കും നമ്മൾ സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചീരത്തോരനും ഞാൻ 1/2 ടീസ്പൂൺ എണ്ണ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കടുകൊന്ന് ഇതായി പൊട്ടി വരുമ്പോഴേക്കും നമ്മളതിൽ ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് വഴറ്റിയിട്ട് പിന്നെ ചീരയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മൂടി വെച്ച് വേവിക്കുന്നു. ഇടയിൽ ചിക്കൻ വന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വിടണം. അതിനുശേഷം സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ ന്യൂട്രീഷൻ വാല്യൂ നോക്കിയാൽ ചിക്കനിൽ ഹൈലി പ്രോട്ടീൻ റിച്ചാണ്. വൈറ്റമിൻ B3, B6 എല്ലാം ഉണ്ട്. വൈറ്റമിൻ സി ഉണ്ട്, സോഡിയം, പൊട്ടാഷ്യം, അതുപോലെ തന്നെ ഹൈലി പ്രോട്ടീൻ റിച്ച്, ഫൈബർ റിച്ചാണ്. അതുപോലെ തന്നെയാണ് ചീരയും. ചീരയിൽ അയൺ നിറയുണ്ട്, കാൽഷ്യം, സോഡിയം, പൊട്ടാഷ്യം, ഫൈബർ റിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് നോക്കിയാൽ ശരിക്ക് ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ്. അപ്പോൾ ഡയറ്റിംഗ് പീരീഡിൽ നമ്മൾ ചീര, അതുപോലെ വെജിറ്റബിൾസ് നിറയായിട്ട് അവിയലെല്ലാം ധാരാളം കഴിക്കാം. അതുപോലെ സ്പ്രൗട്ട്സ്, പയർ മുളപ്പിച്ചത്, ഇതുപോലുള്ള ഇതെല്ലാം വന്ന് ഉച്ചഭക്ഷണത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മൾ വാഴത്തണ്ട്, അതുപോലുള്ള വെജിറ്റബിൾസ് നിറയെ ഇൻക്ലൂഡ് ചെയ്ത്, വെജിറ്റബിൾസ് അധികവും, എന്നാൽ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഒരു നേരമെങ്കിലും കാർബോഹൈഡ്രേറ്റ് ഫുഡ് എടുക്കണം. 3 നേരവും പ്രോട്ടീൻ ഫുഡ് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ സൈഡ് എഫക്റ്റ് അതിനുണ്ട്. മുടി കൊഴിച്ചിൽ വരും. ഇതിനു മുന്നേ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിലും ധാരാളം ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ അത് ഹാർട്ടിൻ്റെ ഹെൽത്തിനൊന്നും നല്ലതല്ല. പിന്നെ ചീര ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ടിട്ട് അത് മൂടി വെക്കുന്നു. അതുപോലെ ചിക്കൻ കറിയിൽ തക്കാളിയും കൂടെ ഇട്ടിട്ട് മൂടി വെക്കുക. എൻ്റെ പാൻ ചെറുതായിപ്പോയി, അതുകൊണ്ട് ചിക്കൻ കറിയുടെ പാൻ വന്നിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ചുകൂടെ വലിയ പാൻ വെച്ചിട്ട് അതിൽ മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ശരിക്കും വളരെ ബാലൻസ് ഫുഡാണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്തായാലും ഒരു നേരമെങ്കിലും കഴിക്കണം. പിന്നെ ചീര ഒന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് മൂടി വെച്ച് വേവിക്കുന്നു. പിന്നെ ഞാൻ അടുത്തത് മോരുകറി ആക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, അതിൽ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ചിക്കൻ കറി നമ്മൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കണം. ഓയിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ ഗ്യാസ് സ്വിമ്മിൽ വെക്കുക. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. പിന്നെ ലാസ്റ്റ് കുറച്ചൊന്ന് ടേസ്റ്റ് വരാൻ വേണ്ടി ഒരു 3 ഉണക്കമുളക്, കുറച്ച് കുരുമുളക്, ജീരകം, ഏലക്ക, ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഇട്ട് വീണ്ടും ഈ ചിക്കനിലൊന്ന് നന്നായിട്ട് ഇളക്കി വിടണം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഒരു 3-4 വെളുത്തുള്ളി, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ മോരിന് കടുക് താളിക്കാൻ വേണ്ടി വെച്ചു. മോരിൽ നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചു, ജീരകം ഇട്ട്, പിന്നെ മോരും ഒന്ന് മിക്സിയിലൊന്ന് കറക്കി ഒഴിച്ചു. അതിനുശേഷം കടുക് താളിക്കാൻ വേണ്ടി ചെറിയ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം എണ്ണ ഒഴിച്ചു. കടുകിട്ട് പിന്നെ അതിൽ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റിയിട്ട് കറിവേപ്പിലയും കൂടി വഴറ്റി മോര് കറിയിൽ ഒഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ്. ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ച്.
എല്ലാം നോക്കിയാൽ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. ഉച്ചനേരത്ത് എന്തായാലും നമ്മൾ നല്ല ഹൈലി റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ്.